കോഴിക്കോട് താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് വധക്കേസിലെ 6 വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു ചെയ്യുന്നു. അഭിജിത്ത്, കുട്ടികളാണെങ്കിലും കുട്ടികളെന്ന പരിഗണന കൊടുക്കരുത്, അത്രത്തോളം ക്രൂരമായ കുറ്റകൃത്യമാണ് അവർ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ ഷഹബാസിൻ്റെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുക? എന്താണ് ഷഹബാസിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ? അഭിജിത്ത്. ഹാഷ്മി, ഷഹബാസ് കൊലക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളും ജാമ്യം നൽകണമെന്ന ആവശ്യവുമായി ആദ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ സമീപിച്ചിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ ആവശ്യം തള്ളിയതിനു പിന്നാലെയാണ് ഇവർ ജില്ലാ കോടതിയിൽ എത്തുന്നത്. 2 ദിവസം മുൻപ് ഇവരുടെ ജാമ്യ ഹർജി പരിഗണിച്ച ജില്ലാ കോടതി അത് ഇന്നേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അല്പസമയത്തിനകം ഈ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ പ്രായം. ഇവർ പ്രായപൂർത്തിയാകാത്തവരാണ്, അത് പരിഗണിക്കരുത് എന്നുള്ളൊരാവശ്യമാണ് ഷഹബാസിൻ്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സംഭവത്തിൻ്റെ, ഈ കൊലപാതകത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രതികളുടെ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ആ ഒരു പരിഗണന അവർക്ക് നൽകരുത് എന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഈ നിർഭയ കേസിൽ പ്രായപൂർത്തിയാകാത്ത കുറ്റവാളിക്കെതിരെ സ്വീകരിച്ച നടപടി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഷഹബാസിൻ്റെ പിതാവിൻ്റെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം കോടതി ഇത് പരിഗണിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോഴിക്കോടേക്ക് എത്തിയപ്പോൾ ഷഹബാസിൻ്റെ പിതാവ് മുഖ്യമന്ത്രിയെ കാണുകയൊക്കെ ചെയ്തതാണ്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ഷഹബാസിനെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കുടുംബം അറിയിക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇന്നിപ്പോൾ എന്താണ് വിധി എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഒരു തീരുമാനമുണ്ടാകും. പ്രതികൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സാക്ഷികളെ ഉൾപ്പെടെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത അതുകൂടി കുടുംബം കോടതിക്ക് മുൻപാകെ അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നതാണ്. കുട്ടികളെന്ന പരിഗണന കൊടുക്കരുത്, അവർ ചെയ്ത കുറ്റകൃത്യം അതിഭീകരമാണ് എന്നുള്ളതാണ് ഷഹബാസിൻ്റെ വീട്ടുകാർ പറയുന്നത്. അങ്ങനെയല്ല, ഷഹബാസിൻ്റെ വീട്ടുകാരെന്നല്ല, അവർ ചെയ്ത കുറ്റകൃത്യം അങ്ങേയറ്റം ഭീകരമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും അവരുടെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്.